മാതാവേ, പിതാവേ, അപ്പച്ച, അമ്മച്ചി, സഹോദര, നാട്ടുകാര്, ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ വചനം വരുവാൻ കാരണം ആരുടെയൊക്കെയോ തല ടാർപ്പാട്ട, ആരുടെയൊക്കെയോ തല കാരാഗ്രഹം, ആരുടെയൊക്കെയോ ശരീരഭാഗങ്ങൾ മരത്തിൽ തൂങ്ങിയത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിലെത്തിയത്. എത്ര പീഡ അനുഭവിച്ചതിന് ശേഷം സത്യസുവിശേഷം എത്തിയത് അതിൻ്റെ നിവൃത്തിയായി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി ലേഖനം എഴുതിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ധ്വനികൾ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്നാമത്തെ ശിക്ഷ, അതിൻ്റെ നടുവിൽ നിന്ന് യോഹന്നാൻ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. അവനെ എവിടെ കൊണ്ടുവന്നു? എഫെസോസ് സഭയിൽ വിട്ടുപോയി. ഡൊമീഷ്യൻ്റെ പടയാളികൾ യാത്രയായി. എവിടെ ചെന്നു? അവിടെ ചെന്ന് ഡൊമീഷ്യൻ ചക്രവർത്തിയോട് പറഞ്ഞു, എൻ്റെ സാറേ, ഈ മനുഷ്യൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ ഒരു വാൾ കൊണ്ട് കീറിയിട്ട് അദ്ദേഹത്തെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഡൊമീഷ്യന് വലിയ തീവ്രതയായിപ്പോയി. പറഞ്ഞ്, നിങ്ങൾ പൊക്കോ, അടുത്ത ശിക്ഷാവിധി തരാം. എന്താ സംഭവിച്ചത്? 4 ദിവസം കഴിഞ്ഞ് പടയാളികൾക്ക് അടുത്ത കൽപ്പന കിട്ടി. എന്താ കൽപ്പന കിട്ടിയെന്നറിയാം? യോഹന്നാൻ ഉപദേശിച്ച കൈകാലുകൾ ബന്ധിച്ച് തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിച്ചെറിയണം. വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, എണ്ണ 400 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് കത്തുന്നത്. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഇടുമ്പോൾ പൊള്ളിങ് വരുന്നത് ആ എണ്ണയ്ക്കകത്ത് വലിച്ചിടുക. പ്രഭാതത്തിൽ 5:30 മണിയോടെ കുതിരകളുമായി പടയാളികൾ വീണ്ടും വന്നു. അപ്പോസ്തലനായ യോഹന്നാനോട് പറഞ്ഞു, അപ്പച്ചോ, ഇന്ന് ലാസ്റ്റ് ഡേ, നാട്ടുകാരെ കാണാനുണ്ടോ, ബന്ധുക്കാരെ കാണാനുണ്ടോ, അല്ലെങ്കിൽ നല്ല ഫുഡെങ്ങാനും കഴിക്കാനുണ്ടോ? അപ്പച്ചൻ ചോദിച്ചു, എന്താ കാര്യം ഒന്ന് പറയുമോ? അപ്പോൾ പറയാം, താങ്കളെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചിട്ട് കൊല്ലുവാനാ. ഈ അപ്പച്ചൻ്റെ മുഖത്തൊരു മന്ദസ്മിതം. പടയാളികൾ ചോദിച്ചു, എന്താ അപ്പച്ച മുഖം ഒരു വല്ലാത്ത മന്ദസ്മിതം, മരണം അടുത്തു പോയല്ലോ? അപ്പം പറഞ്ഞ കാര്യമുണ്ട്, എനിക്കൊരു ഭയവുമില്ല കുഞ്ഞ്. നിന്റെ ചക്രവർത്തി ഈ കൽപ്പന തരുന്നതിന് മുമ്പ്, നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബേലിൻ്റെ ചക്രവർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കുഞ്ഞ് ദുരാസു സമഭൂമിയിൽ ഒരു ബിംബമുണ്ടാക്കി. ശദ്രക്കും മേശക്കും അബേദ്നെഗോഗ് ആ ബിംബത്തിൻ്റെ മുൻപിൽ നമസ്കരിക്കാത്തവരെ തീജ്വാലയ്ക്കകത്ത് വെണ്ണീറാക്കുവാൻ പദ്ധതി വെച്ചപ്പോൾ അതിൻ്റെ നടുവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കരമുയർത്തി ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവുണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ദുരാസു ഇറാഖിൻ്റെ മരുഭൂമിയിൽ ഇറങ്ങി തീജ്വാലയ്ക്കകത്ത് അവരെ കരം പിടിച്ചു പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഞാൻ ആരാധിക്കുന്ന കർത്താവിനറിയാം എൻ്റെ കാര്യം. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോയാൽ, കുന്നുകൾ നിന്റെ മുമ്പിൽ നീങ്ങിപ്പോയാൽ, ഇന്ന് രാത്രി വിളിച്ച ദൈവത്തിൻ്റെ ദയ എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാവും? ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവം. സ്തോത്രം. ഇതിൻ്റെ പേരവാ വിശ്വാസം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ പൂർണ്ണത. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഈ പാവപ്പെട്ട മനുഷ്യനെ എവിടെ കൊണ്ടുപോയി? കാരാഗ്രഹത്തിനകത്ത്, കുട്ടുകത്തിനകത്ത് കൊണ്ടുപോയി. കൈകാലുകൾ ബന്ധിച്ച് പടയാളികൾ ഈ കുട്ടുകത്തിനകത്ത് ചുറ്റും നിൽക്കുക. എണ്ണയ്ക്കകത്ത് ഈ മനുഷ്യൻ ചില നിമിഷങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു തോണ്ടിയെടുത്തവൻ്റെ ശരീരത്തിൻ്റെ അസ്ഥികഷങ്ങളെല്ലാം വലിച്ചു പറക്കി എവിടെങ്കിലും കൊണ്ടുപോയി അടക്കുവാനാ. ചില നിമിഷങ്ങൾ കഴിഞ്ഞു. അത് ബൈബിളിനകത്തും പുറത്തും രേഖപ്പെടുത്തി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടുകത്തിനകത്ത് വീണെ അപ്പച്ചൻ ചോദിച്ചു, മക്കളെ കയ്യിൽ വല്ല ബ്ലാങ്കറ്റോ വല്ലതും ഇരിപ്പുണ്ടോ? പടയാളികൾ ചോദിച്ചു, എന്താ കാര്യം? ഇതിനകത്ത് നല്ല തണുപ്പുണ്ട്, എനിക്ക് ഇതിനകത്ത് കിടക്കാനാന്ന്. സ്വോത്രം. ആയുർവേദ ആശുപത്രി ട്രീറ്റ്മെൻറ്റിനകത്ത് എണ്ണ തോണി കിടക്കുന്ന പോലെ കിടക്കാൻ പോകുന്നു. സ്വോത്രം. പടയാളികൾ വിചാരിച്ച് ഇദ്ദേഹം എന്താ പറയുന്നത്? ഇന്ന് രാത്രി മരണം കാണാൻ നിന്റെ ചുറ്റും ഒരു കൂട്ടം കാത്തു നിൽക്ക്. നീ കുട്ടുകത്തിനകത്ത് എഴുന്നേറ്റ് വരത്തില്ലെന്ന് ലോകം പറഞ്ഞെന്നിരിക്കുക. എന്നാൽ കാൽവറി ദർശനം കണ്ടവന്, അവൻ്റെ മാറോട് ചേർന്നിരുന്നവന്, അന്ത്യം വരെ അവൻ്റെ രക്തത്തിൻ്റെ തുള്ളിയുടെ മണം അവൻ്റെ മൂക്കിനകത്ത് ഇറങ്ങിയവനെ തകർക്കുവാൻ ലോകത്തിൽ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി അമ്മമ്മ പറഞ്ഞാട്ട് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഡോക്ടർ വന്ന് പുറത്ത് നിൻ്റെ ബന്ധുക്കളോട് പറയും, ഇനി ഡെഡ് ബോഡിയാ പുറത്ത് വരുന്നതെന്ന്. ഇന്ന് രാത്രി സഹോദര പറഞ്ഞാട്ട് ആശുപത്രിക്കാർ എഴുതി വെച്ചേക്കും നിൻ്റെ വീട്ടുകാരോട് പാലിയേറ്റീവ് കെയർകാർ പറയും, ഇനി ഒരു 30 ദിവസം കൂടെ കഷ്ടിച്ച് കാണുമെന്ന്. നെവർ നെവർ. ഇന്ന് രാത്രി നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് കിടക്കകത്ത് കിടന്നാലും, ഏത് കുട്ടുകത്തിനകത്ത് കിടന്നാലും, ഏത് വെന്റിലേറ്ററിനകത്ത് നീ കിടന്നാലും നിന്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനവുമായി ഇറങ്ങി തിരിച്ച കാലത്ത്, എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ കരഞ്ഞ കാലത്ത്, ദൈവദാസൻ എൻ്റെ കണ്ണുനീര് കണ്ട് ഉപവസിച്ച കാലത്ത്, വെളുപ്പിന് 5:30 എഴുന്നേറ്റ് മനമേ പക്ഷിഗണങ്ങെ പാടിയിട്ട് അമ്മാമ്മ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി എൻ്റെ വീട്ടിൽ വരും.
എന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്ക് രാത്രി ഇന്ന് പകൽ മുഴുവൻ വന്ദനം യേശുവരെ പാടി ദൈവത്തെ സ്തുതിച്ച് പഴങ്കഞ്ഞിയും കഞ്ഞിയും കുടിച്ച നാളിൽ കരഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി. കള്ളിക്കാട് നിന്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നത് ഏത് കുട്ടുകത്തിനകത്ത് കടന്നാൽ നിന്റെ മരണം കാണാൻ രോഗശക്തി നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പരിശ്രമിച്ചാൽ ഒരുപക്ഷെ കത്രിക നിന്നെ പൂട്ടിക്കളയാമെന്ന് സർജറി യൂണിറ്റിൽ പറഞ്ഞാലും അതിൻ്റെ നടുവിൽ നിന്ന് എന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി യോഹന്നാന് വേണ്ടി കുട്ടുകത്തിനകത്ത് ഇറങ്ങി വന്ന് വിടുവിച്ച കര 2024 മാർച്ച് മാസം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി സാധാരണ പുസ്തകമല്ല. ബൈബിൾ അങ്ങനെ ആരും അധികം പ്രതിപാദിച്ച് പറയാറില്ല. ബൈബിളിനകത്ത് 8000 പ്രോമിസ് ഉണ്ട്. വാഗ്ദത്തം. ഇന്നലെ ഞാൻ ദാവീദിനെ പറ്റിയാ പറഞ്ഞ്. പലരും പഴയ നിയമം എന്ന് പ്രസംഗിക്കുന്നതുമില്ല. എന്നാൽ വേറൊരുവനുണ്ട്, അവൻ്റെ പേരായിരുന്നു യോസഫ്. എത്ര പേർക്ക് അവനെ അറിയാം? ഇന്ന് രാത്രി സമാപിക്കുന്നത് യോസഫിൻ്റെ രഥങ്ങളിൽ കൊണ്ടുവരാം. അബ്രഹാമിനൊരു സന്തതി ഉണ്ടായിരുന്നു ഇസഹാക്കിനൊരു സന്തതി ഉണ്ടായിരുന്നു യാക്കോബിൻ്റെ തലമുറയായി അവസാനകാല സന്തതിയായി യോസഫിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? സ്തോത്രം. അവൻ്റെ പ്രത്യേകത ഞങ്ങളുടെ ഉപദേശമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പൻ്റെ ചെവി ചെന്ന് നുണ പറയും. ഞങ്ങളുടെ ഉപദേശമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സെൻട്രപ്പച്ചനോട് കൊച്ചുഭാഷമാർ നുണ പറയുന്നൊരു പരിപാടിയായിരുന്നു യോസഫിൻ്റെ. അതുകൊണ്ടാണ് അവനൊരു നല്ല കുപ്പായം കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് കാട്ടാക്കട ഉപവാസത്തിന് പോയി ഒരു ദർശനവും കിട്ടി. ആ സമയത്ത് ഈ ദർശനക്കാരനായി കുപ്പായക്കാരനായി അപ്പൻ്റെ പ്രിയ മകനായി അന്നാണ് ഈ കോവിഡ് അഞ്ഞടിച്ചത്. ചേട്ടന്മാരെല്ലാം കൂടെ എവിടെ പോയെന്നറിയാമോ? 6 കാണി 10 കാണി ആടിനെ മയിക്കാൻ പോയി. ഡാമിലെ പോലീസുകാർ പെർമിഷൻ കൊടുക്കുകയല്ല. 3 മാസമായി. കോവിഡ് 33,000 25,000 8,000 ആയപ്പോൾ യോസഫ് ഓൺലൈനിൽ കൂടെ ഒരു പെർമിഷൻ നോക്കി. ആ പെർമിഷൻ കൊടുത്ത് എന്തായാലും യോസഫ് കള്ളിക്കാട് നിന്ന് എന്തോ ഇതെന്നറിയാമോ? പെട്ടിയാട്ടോ പിടിച്ച് അരി പലോഞ്ഞണോ ഇതുമായിട്ട് എവിടെ പോയെന്നറിയാമോ? നേരെ 6 കാണി 10 കാണി ഗണപതിക്കല്ല് മലയിലെ ഓട്ടി യാത്ര. കള്ളിക്കാട് നിന്ന് പോയി ഏകദേശം അമ്പൂരി മല കയറിയപ്പോഴേ ചേട്ടന്മാരുടെ ബൈനോക്കുലർ തെളിഞ്ഞു. സ്വോത്രം. ചേട്ടന്മാർ പറഞ്ഞൊരു കാര്യം, എവനെ വെച്ചുകൊണ്ടിരുന്നാൽ അപ്പൻ്റെ ഓഹരി ഒന്നും കിട്ടത്തില്ല, നമ്മളെ ശരിയാക്കും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് കാര്യം റെഡിയാക്കാം. ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഭാഷയിൽ പറഞ്ഞ സ്ഥലം മാറ്റം വരട്ട്, യവനെ ഞങ്ങൾ ഒതുക്കാം. സന്തോഷമില്ലല്ലോ? അതുപോലെ ചേട്ടന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ വെച്ചൊരു പരിപാടി ചെയ്തു. വരുന്ന യോസഫിൻ്റെ കയ്യിൽ നിന്ന് അരിയും പലോഞ്ഞണോ എല്ലാം മേടിച്ചു. പെട്ടിയാട്ടോടെ കാറ്റും തുറന്നു വിട്ടു. പാവപ്പെട്ട യോസഫിനെ ഇവിടെ ഗണപതി കല്ലിൽ നല്ല കുളമുണ്ടായിരുന്നു, നല്ല കിണർ. അതിനകത്തോട്ട് തള്ളി അങ്ങിട്ടു. ആ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിനകത്ത് പല്ലിയും പാമ്പും ചേരയുടെ വാറ്, അത് കഴിഞ്ഞ് ചെരുപ്പിൻ്റെ വാറുമോ. ചേട്ടന്മാർ വിചാരിച്ചു ഒരു മരണ ഫേസ്ബുക്ക് പോക്കും വാട്സപ്പും അടിച്ച് ആദരാഞ്ജലികൾ ഞങ്ങളുടെ അനിയൻ മരിച്ചുപോയെന്ന്. സ്വോത്രം. നാട്ടിൽ മൊത്തം ഓട്ടിച്ചു. എന്നാൽ വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കടന്നാൽ കുഞ്ഞ് നിന്റെ ഉടുപ്പാരൊക്കെ ഊരിയാലും നിന്റെ കയ്യിലിരിക്കുന്ന വടി പിടിച്ചാലും ഒരുപക്ഷെ നിന്റെ ദർശനത്തെ തകർക്കുവാൻ നിന്റെ ചേട്ടന്മാർക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി വചനമേൽക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ആ വചനമേറ്റോടെ കള്ളിക്കാട് ഗ്രൗണ്ടിൽ പോകാവൂ. എല്ലാ നാളും നീ കിണറ്റിനകത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി കിണറ്റിനകത്ത് ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കളാൽ പ്രാർത്ഥിച്ചവനെ തകർക്കുവാൻ, ഉപവസിച്ചവനെ തകർക്കുവാൻ, രാത്രിയിൽ കരഞ്ഞവനെ തകർക്കുവാൻ ഒരു ചേട്ടന്മാർക്കും കഴിയത്തില്ല, ഒരു ബന്ധുക്കൾക്കും കഴിയത്തില്ല. ഓർക്കേണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ മറന്നുപോകും. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങൾ പൊട്ടക്കിണർ മൂടുവാൻ പദ്ധതി വെക്ക്. എന്നാൽ പൊട്ടക്കിണർ മൂടുന്നതിന് മുമ്പ് വിളിച്ച ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ പൊട്ടക്കിണറ്റിനകത്ത് നിന്ന് നിന്നെ പൊന്നുപോലെ വലിച്ചു പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി യോസഫിൻ്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ശാലേം ഗോസ്പൽ വിസിന്റെ ലാസ്റ്റിൽ പറയണം, ആ കരം തളർന്ന കരമല്ല. അവിടുന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അവനെ എവിടെ കൊണ്ടുപോയി? മിദ്യാന്യരുടെ ചന്തയിൽ കൊണ്ടുപോയി അവനെ തൂക്കി വിറ്റു. കാട്ടാക്കട മാർക്കറ്റ് കട്ടക്കോടിനകത്ത് കൊല തൂക്കുന്ന പോലെ ഈ പാവപ്പെട്ടവനെ തൂക്കി വിറ്റു. നാട്ടിൽ മൊത്തവും പരസ്യവും ചെയ്തു. ഇനി ഇവനില്ല. ചേട്ടന്മാരവൻ്റെ ഓഹരിയെല്ലാം കൈക്കലാക്കി, അവൻ്റെ കുടുംബയോഹരിയും വീടെല്ലാം കൈക്കലാക്കി. അപ്പൻ കണ്ണു മങ്ങിയിരിക്കും. അപ്പൻ്റെ മൊബൈലിൽ ഒരു പടം ഇട്ട് കൊടുത്തു. മകൻ മരിച്ചുപോയി, ആദരാഞ്ജലികൾ. മൂന്നാമത് അവൻ എവിടെ പോയി? പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ പോയി. നല്ല അമ്മാമ്മയായിരുന്നു, കരം പിടിച്ച് നിന്നെങ്കിൽ അവിടെ നിൽക്കായിരുന്നു. പക്ഷെ അവന് പിടികിട്ടി, ഇവിടെ നിന്നാൽ ഞാൻ അക്കരയെത്തത്തില്ല. ചെയ്യാത്ത കുറ്റത്തിന് അവൻ ജയിലിൽ പോയി. മക്കളെ, 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 പൊത്തിപ്പേറിൻ്റെ ഭവനം, 4 അവൻ കാരാഗ്രഹത്തിൽ പോയി. കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്നറിയാമോ? വെറും പട്ടിണിക്കഞ്ഞിയാ. അതിനകത്ത് വല്ലതും കിട്ടിയാൽ നല്ലതാ. വാഗ്ദത്തമുള്ളവൻ
ദർശനമുള്ളവൻ, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുടക്കിയവൻ, വചനം ഏറ്റെടുത്തവൻ ഇപ്പൊ കിടക്കുന്നത് കാരാഗ്രഹത്തിനകത്ത്. എന്നാൽ കള്ളിക്കാട്ട ചേച്ചിമാർ ചേട്ടന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രോമിസ് ഉള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ പൂജപ്പുര ജയിലിൽ കിടക്കുന്ന പിടിച്ചുപറിക്കാരനെയല്ല കൊണ്ടുവരുന്നത്, ഫറവോന്റെ കൊട്ടാരത്തിനകത്തിരിക്കുന്നവന് സ്വർഗത്തിലെ ദൈവം കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവന്ന് ഇതാ നിന്റെ ദൈവത്തിന്റെ കരം ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ തള്ളിക്കളയും, നിന്റെ ചേട്ടന്മാർ നിന്റെ ഓഹരി അടിച്ചു മാറ്റും. നിന്റെ അപ്പനോട് പറഞ്ഞിരിക്കുന്നു നീ തകർന്നെന്ന്, പട്ടണത്തിൽ മുഴുവൻ ഫ്ലക്സ് വെച്ച് ഇത്രാം തീയതി അവൻ മരിച്ചെന്ന്. എന്നാൽ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോൾ കള്ളിക്കാട്ട് തൊഴിലുറപ്പോൾ തൊഴിലാളിയെല്ലാം കൊണ്ടുവന്ന് അപ്പക്കാരനെ പാത്രവാഹകനെയും അവന്റെ കരം പിടിക്കുവാൻ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ പട്ടിണി കുടിക്കുമ്പോൾ, നീ കട്ടിണി കഞ്ഞി കുടിക്കുമ്പോൾ, കാരാഗ്രഹത്തിനകത്ത് നാട്ടുകാർ തള്ളിക്കളയുമ്പോൾ, യോസഫേ നീ അറിയാതെ ഒരു ചെയർ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും വർദ്ധിപ്പിച്ചെങ്കിൽ ഈ രാത്രി പറയണം, നീ പട്ടിണി കഞ്ഞി കുടിക്കുമ്പോൾ നിനക്ക് പാനം ചെയ്യുവാൻ ഒരു ടേബിൾ ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരാഗ്രഹത്തിനകത്ത് നിനക്കിടാൻ 10 രൂപയുടെ ഒരു ലൂണാറിലെ ചെരുപ്പില്ല, പക്ഷേ കൊട്ടാരത്തിനകത്ത് ചെല്ലുമ്പോൾ നിന്നെ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പള ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വചനം മനസ്സിലാകുന്നവർക്ക് എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാകുന്നു? അധിക നാളെ ഞാൻ കാരാഗ്രഹത്തിനകത്ത് ഇരിക്കുക എൻ്റെ ദൈവം അനുവദിക്കയില്ല. പ്രോമിസ് ഉള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ അന്തപുരത്തിലെ മന്ത്രിയെ കൊണ്ടുവന്ന് ദർശനം പറയുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഈ രാത്രി പറ, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേല് കെട്ടിയാലും, കള്ളിക്കാട് ദുഷ്ടപിശാച് നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ഇന്ന് രാത്രി പറയണം, ഏതൊക്കെ ബൗണ്ടറി ഉയർന്നാലും അതിൻ്റെ നടുവിൽ ഫലപ്രദമായ ഒരു മുന്തിരി വള്ളി പോലെ യോസഫിനെ പടർത്തിയതുപോലെ 2024 എന്നെ പടർത്തുക. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit. അമ്മമ്മയെ വിളിച്ചു പറ, കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കുവാൻ ദുഷ്ടപിശാച് പദ്ധതി വെക്ക്. ഒരു എമിഗ്രേഷൻ കിട്ടാൻ ദൈവം പദ്ധതി, ദുഷ്ടപിശാച് പദ്ധതി വെക്ക്. ഒരു വിവാഹം നടക്കാൻ പല ആലോചനകളും തട്ടിക്കളയും. ചെറുപ്പക്കാരാ, ഒരു പക്ഷേ കിട്ടാനുള്ള പൈസ കിട്ടാൻ സമയമെടുത്തേക്കാം, ഒരു നല്ല പ്ലേസ്മെന്റ് കിട്ടാൻ സമയമെടുത്തേക്കാം, 6 റാങ്ക് ലിസ്റ്റിനകത്ത് നിനക്ക് PSCക്ക് വന്നേക്കാം, അവസാന ലിസ്റ്റ് തള്ളിപ്പോയെന്നിരിക്കാം. എന്നാൽ അന്ത്യം വരെ നീ സഹിച്ചു നിൽക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ബൗണ്ടറിയുടെ അപ്പുറത്ത് നിന്നെ പടർത്തുക. കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ദുഷ്ടന്റെ ചിന്തകൾ തകരട്ടെ, ശത്രുവിന്റെ പോരാട്ടങ്ങൾ മാറട്ടെ. കരമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഒരു പ്രാവശ്യം കൂടെ ശക്തിയായിട്ട് പറയട്ടെ, ശത്രു എനിക്കെതിരെ, എൻ്റെ മക്കൾക്കെതിരെ, എൻ്റെ ശുശ്രൂഷക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ ജോലിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ദാനിയേലിന്റെ സിംഹക്കുഴിക്കകത്ത് ഇറങ്ങി വന്ന് അവനെ കരം പിടിച്ച് നടത്തി ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആക്കാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ 1000 ആണ്ട് ശാപത്തിൽ കടന്ന രൂത്തിനെ പുറപ്പെടുവിച്ച് ബേത്ലഹേമിനകത്ത് കൊണ്ടുപോയി ബോവസിന്റെ വയലിനകത്ത് കാൽ ചവിട്ടുക ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി വചനപ്രകാരം പറയണം, ആ കരം തളർന്ന കരമല്ല. One more time, reverse the last day. എന്നെ തകർക്കാൻ നിൽക്കുന്നവരുടെ നടുവിൽ, എൻ്റെ മരണം കാണാൻ നിൽക്കുന്നവരുടെ നടുവിൽ, എൻ്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി കാണാൻ കാത്തിരിക്കുന്ന മന്ത്രവാദിയുടെ നടുവിൽ ഇന്ന് രാത്രി എന്നെ ഉയർത്തിക്കൊണ്ട് വരുവാ. ഇന്ന് രാത്രി എൻ്റെ കണ്ണുനീരിന് കഴിയോ, എൻ്റെ ഉപവാസത്തിന് കഴിയോ, എൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവ, ചേട്ടന്മാരുടെ നടുവിൽ മാനിക്കുന്ന ദൈവ, ഓ വരത്തില്ലെന്ന് പറഞ്ഞ പട്ടണത്തിനകത്ത് ഓ ഇന്ന് രാത്രി നിന്നെ മടക്കിക്കൊണ്ട് വരുവാ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇതാ പ്രോമിസുകൾ വരിക്കുന്നില്ല. രാത്രി അവസാനം യോസഫിലേക്ക് വരാം. ആ യോഹന്നാന്റെ ദർശനമായത് സ്തോത്രം. അവനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി എണ്ണയ്ക്കകത്ത് മുക്കിക്കൊല്ലുവാൻ പദ്ധതി വെച്ചു. അതിൻ്റെ നടുവിൽ അവനെ സ്വർഗമുയർത്തി. വീണ്ടും അവനെ എഫെസോസിൽ കൊണ്ടുവന്നു. അന്ന് പടയാളികൾ പറഞ്ഞു, ഈ മനുഷ്യനെ ഇനി കൊല്ലാൻ കഴിയത്തില്ല, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാട് കടത്താം. അമേരിക്കയിലെ ഭരണകൂടം ക്യൂബയിലെ ഗൊണ്ടനാമോ ജയിലിൽ നാട് കടത്തുന്നത് പോലെ അന്ന് യുദ്ധക്കുറ്റവാളികളെ നാട് കടത്തുന്ന സ്ഥലമാണ്. കുഞ്ഞുങ്ങളും ദൈവദാസന്മാരും നോട്ട് ചെയ്യണം. അതിൻ്റെ പേരാ പദ്മോസ്. ഗ്രീസ് അന്ന് യൂറോപ്യൻ യൂണിയൻ, ഇന്നത്തെ അതിൻ്റെ തലസ്ഥാനം ഏതൻസ്, ഒളിമ്പിക്സ്. അവിടെ നിന്ന് 60 മൈൽ യാത്ര ചെയ്യുമ്പോഴാണ്
ഈ പത്മോസ്. ആ പത്മോസിൻ്റെ പ്രത്യേകത കടലിനകത്ത് ഒരു ദ്വീപ, 16 കിലോമീറ്റർ നീളം, 10 കിലോമീറ്റർ വീതി, 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അവിടെ യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുപോകുന്നു. ഒരു യാനത്തിനകത്ത് കൊണ്ടുപോയി പോലീസ് ജീപ്പിനകത്തുനിന്ന് പ്രതിയെ തള്ളിയിടുന്നത് പോലെ അവിടേക്ക് വലിച്ചെറിഞ്ഞു. ഈ യാനത്തിൽ വന്നവർ ഗേറ്റ് പൂട്ടി സ്ഥലം കാലിയാക്കി. അപ്പച്ചൻ അവിടെ വീണു, ഏകദേശം 90 വയസ്സിന് മുകളിൽ. അപ്പച്ചന് പിടികിട്ടി, എൻ്റെ മരണത്തിൻ്റെ ദിവസം അടുത്തു. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യന് കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥിക്കഷം വാർന്ന് തിന്നുന്ന പരുത്, തലയോട്ടിയോട് ദുർഗന്ധം. എന്നാ വിചാരിച്ചു ഞാനിവിടെ അവസാനിക്കാൻ പോവാ. പാറക്കൂട്ടങ്ങളുടെ നടുവിൽ തമ്പയറില്ല, കീബോർഡില്ല, കൈയടിക്കാൻ ആളില്ല. ഒറ്റയ്ക്ക് അപ്പച്ചൻ മുട്ടുമടക്കി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിവശനായി. കരമുയർത്തുന്നവർക്കായി കണ്ണുനീര് പാറക്കൂട്ടത്തിൽ വീണപ്പോൾ സ്വർഗത്തിൻ്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. അമ്മാമേ, എന്ന് രാത്രി ആ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ, വിടുതലിൻ്റെ കരം നിൻ്റെ കുടുംബത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. സഭക്കാരും കൂട്ടുകാരും കാണത്തില്ല. കണ്ണുനീരിൻ്റെ കരമിറങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ കരം, സ്വർഗം അവന് വേണ്ടി തുറന്ന ദിവ്യദർശനമാ വെളിപ്പാട്. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുള്ളിൽ ചുട്ടുപഴുപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ്, 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ, സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം. യോഹന്നാൻ മുട്ടുമടക്കി കരം അവനെ തൊടുന്നു. അവനോട് പറഞ്ഞ് ഇതെഴുതിക്കോളാൻ, നീ കണ്ടത് ഇപ്പോഴുള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. അതാ വെളിപ്പാട്. ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. 404 22 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിൻ്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിൻ്റെ തൃത്വം, 14 സിയോൻ മലയിൽ കുഞ്ഞാട്, 15 കുഞ്ഞു വായിച്ചു കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിൻ്റെ വീണകൾ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 17 ഏറ്റവും നിർണായകമായ വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും ന്യായവിധിയായ ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിൻ്റെ കല്യാണവും വന്ന് തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ, 20 അന്തിമയുദ്ധം ഹർമഗദോൻ, 21 പുതിയ ആകാശം പുതിയ ഭൂമി, 22 അവസാനിപ്പിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കള്ളിക്കാടുള്ള വിശുദ്ധന്മാർ ഒരിക്കൽ കൂടി മുട്ടുമടക്കട്ടെ. പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. പുസ്തകത്തിൻ്റെ പരിസമാപ്തി. ഇന്ന് രാത്രി, ഇന്നലെ 13 തൊട്ടു ഇന്ന് 14 15 ഭാഗങ്ങൾ. ആ പ്രസംഗം അവസാനിക്കുന്നില്ല. 15ാമത്തെ ഭാഗം കുഞ്ഞു വായിച്ചു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ബൈബിളിലേക്ക് വരണം. ദൈവസഭ എടുക്കപ്പെട്ടാൽ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കൃപായുഗം അവസാനിക്കുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരണം. അങ്ങനെയെങ്കിൽ ഒരുവൻ മനുഷ്യനെ മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം വേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം വന്നാൽ വെറും ഇൻ്റർനെറ്റ് ഇട്ട് കറക്കിയാൽ, ഇനി എല്ലാ സയൻസാണ്, അതുകൊണ്ട് സ്പീഡ് കുറഞ്ഞേ പോകത്തുള്ളൂ. എന്താ അതിൻ്റെ പ്രത്യേകത? ഇൻ്റർനെറ്റ് ഇട്ട് കറക്കിയാൽ മനുഷ്യൻ്റെ ലൊക്കേഷൻ ഒരിക്കലും കിട്ടത്തില്ല. ഇന്ന് രാത്രി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ പല കൊലപാതകവും കഴിഞ്ഞ് കഴിയുമ്പോൾ പോലീസ് ഇങ്ങനെ കാര്യം പറയാറുണ്ട്, പ്രതികൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ആളെ കിട്ടുന്നില്ല. പ്രതികൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മൊബൈലിലുള്ള സിം കാർഡ് വെച്ച് ടവർ ലൊക്കേഷൻ നോക്കിയാൽ പ്രതികൾ എവിടെ സഞ്ചരിക്കുന്നെന്ന് റൂട്ട് സഹിതം കിട്ടാൻ സാധ്യത. അങ്ങനെയെങ്കിൽ ഇനി മൊബൈലല്ല, മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ മനുഷ്യൻ്റെ കയ്യിൽ നിങ്ങളുടെ മൊബൈലിലിരിക്കുന്നത് പോലെ സിം കാർഡ് പോലെ ഒരു മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്താൽ ടവർ വഴി 6G 7G 8G 9G വഴി മനുഷ്യൻ്റെ ലൊക്കേഷൻ പിടിച്ചെടുക്കാം. അതിനാസ്പദമായ എലോൺ മസ്കിൻ്റെ മൈക്രോ ചിപ്പ്. ഇനി വചനം പതിയെ വായിച്ചു തുടങ്ങുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് തലമേലോ നെറ്റിമേലോ ഒരു മുദ്ര വരുമോ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. ബൈബിളുള്ളവരെല്ലാം എടുക്കണം. കുഞ്ഞു വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. അന്നാളിൽ വായിച്ചിട്ട് മോളെ, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും എല്ലാവർക്കും
എല്ലാവർക്കും വലം കൈമേലോ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. ഇവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞു. ആ ലിസ്റ്റിനകത്ത് എല്ലാവരും ഉൾപ്പെട്ടു രണ്ട് കാര്യത്തിൽ. ഒന്ന്, ഇന്ത്യയിൽ നോട്ട് നിരോധനം വന്നപ്പോൾ എല്ലാവരെയും ഒരു ലിസ്റ്റിൽ കൊണ്ടുവന്നു. രണ്ട്, ഇപ്പോഴത്തെ കോവിഡ് വാക്സിൻ വന്നപ്പോൾ സമ്പന്നൻ, ദരിദ്രൻ, ധനവാൻ, കോവാക്സിൻ, കോവിഷീൽഡ് എല്ലാം മൊബൈൽ വഴി എല്ലാവരെയും ഒരു ചാനലിൽ കൊണ്ടുവന്നു. ഇതൊരു അന്ത്യകാല സംഭവം, നിങ്ങൾ പറയുന്നതല്ല. ഇതെല്ലാം സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ. അങ്ങനെയെങ്കിൽ അവസാനം നമ്മുടെ മൊബൈലിലിരിക്കുന്ന സിം കാർഡ് അല്ലെങ്കിൽ ആ മൈക്രോ ചിപ്പ് എവിടെ വരാം? മനുഷ്യന്റെ കൈമേലോ. വായിച്ചാട്ട് മക്കളെ, എല്ലാവർക്കും വലം കൈമേലോ, നെറ്റിമേലോ, മുദ്ര കിട്ടുമാറും. ദാ കിടക്കുന്ന മുദ്ര എന്ന് പറയുന്ന മൈക്രോ ചിപ്പ്, അതിന് മാർക്ക് എന്ന ഇംഗ്ലീഷിൽ വരുന്നത് മാർക്ക്. ദാ കിടക്കുന്നു. അല്ലെങ്കിൽ ഒരു സീൽ, ഒരു മൈക്രോ ചിപ്പ്, മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. മോള് പറഞ്ഞിട്ട് വായിക്കണം. കേരളത്തിൽ 36,000 കോവിഡ് കേസ് വന്നപ്പോൾ നമ്മുടെ ധനമന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാം, 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് കടകളിൽ കയറാം. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി. വാക്സിൻ ഒരു മനുഷ്യൻ്റെ സ്വന്തം ഇഷ്ടമായി, ഏത് വാക്സിൻ എടുക്കണോ. ആരെങ്കിലും ഹൈക്കോടതി പോയാൽ ഗവൺമെൻറ്റിന് വിമർശനം വരുമെന്നറിഞ്ഞ് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ ജോർജിനെ തിരുത്തി. അദ്ദേഹം പറഞ്ഞു, 2 ഡോസ് വാക്സിൻ വേണ്ട, ചൂട് നോക്കി ആർക്ക് എവിടെയും കയറാം. ചില കടകളിൽ വരെ ഒട്ടിച്ചു 2 ഡോസ് വാക്സിൻ വേണമെന്ന്. ഇത് എതിർക്കു വരുന്നതിൻ്റെ ചാലുകളാണ്. വാക്സിൻ എല്ലാം മാറുന്നു, കൈകളിൽ മുദ്ര. ഇനി അടുത്ത കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ ഗാംഭീര്യമുള്ളൊരു സയൻസിലേക്കാണ് പോകുന്നത്. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. വായിച്ചാട്ട് മക്കളെ, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം. വായിച്ചാട്ടെ. അതിന്റെ സംഖ്യ 666. അതിന്റെ സംഖ്യ 666. എലോൺ മസ്കിലേക്കാ വരുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുമോ? 2009 മുമ്പ് ഞാൻ കള്ളിക്കാട് ഒരു യോഗത്തിൽ വന്ന് പ്രസംഗിക്കുക. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ താഴെ ഇറക്കും. പക്ഷേ 2009 മനുഷ്യൻ അക്കത്തിലേക്ക് കടന്നു വന്നു. ഏതാ അക്കം? ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് സകല മനുഷ്യരും 12 അക്ക നമ്പറായ ആധാറിലേക്ക് കടന്നു വന്നു. കരമുയർത്തിയാട്ട് മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുമോ? ഇന്ന് നിങ്ങളുടെ എവിടെ ചെന്നാലും അവർ ചോദിക്കുന്നത് ആധാർ നമ്പർ പറയാനാ. പേരല്ല ആദ്യം ചോദിക്കുന്നത് ആധാർ നമ്പർ. മനുഷ്യൻ അക്കത്തിലേക്ക് 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് സകല മനുഷ്യരുടെയും കൈമുദ്രയിട്ടു. അത് ഇന്ത്യയിലല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി, ആസ്ട്രേലിയയിൽ ആസ്ട്രേലിയ ഐഡന്റിറ്റി. അത് തന്നെ വേൾ ഓൺ എ ഫിംഗർ ടിപ്പ്, ലോകം വിരൽത്തുമ്പിൽ. അങ്ങനെയെങ്കിൽ സകല മനുഷ്യനും അന്ത്യദിനത്തിൽ കൈമുദ്രയിടുമോ? ബൈബിളിനകത്തുണ്ടോ? സകല മനുഷ്യനും അന്ത്യദിനത്തിൽ കൈമുദ്രയിടുമോ? വായിച്ച് സഹായിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 37 വാക്യം. സയൻസാ പ്രസംഗിക്കുന്നത്, പേടിക്കണ്ട, നിങ്ങൾ ഗ്രഹിക്കത്തക്കോണേ പറയൂ. ഇയ്യോബ് 37 വാക്യം. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈമുദ്രയിടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് പൈസ തരാം. ആധാർ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞെന്തോന്നറിയോ? വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. സന്തോഷമില്ലല്ലോ? ആ കാലം പോയില്ലേ സഹോദരന്മാരെ? ഇന്ന് ഈ വഴിയാധാരമായ ആധാറില്ലാതെ വല്ലതും നടക്കുമോ? പുരയുടെ എഴുതണം, കണ്ണ് ടെസ്റ്റ് ചെയ്യണം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം, വണ്ടി റെഡിയാക്കണം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോയാൽ വീട്ടിൻ്റെ കാര്യമല്ല അവൻ ചോദിക്കുന്നത്, ആധാർ ആദ്യം ചോദിക്കുന്നു. സ്വോത്രം. അതുകൊണ്ടല്ലോ സകല മനുഷ്യൻ്റെ കൈമുദ്ര ഇടുന്നു. ആധാർ നമ്പർ പോയാലും കുഴപ്പമില്ല, ബാങ്കിൽ കൈവച്ച് കഴിഞ്ഞാൽ നേരത്തെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ UID പ്രകാരം, യുണീക്ക് ID പ്രകാരം നമ്മുടെ ഫോട്ടോ വരെ തെളിഞ്ഞു വരും. മിണ്ടുന്നില്ലല്ലോ? നിങ്ങളുടെ കൈ ബാങ്കിൽ കൊണ്ടുവച്ചാൽ നിങ്ങളുടെ ആധാറും ഡീറ്റെയിൽ ലാപ്ടോപ്പിനകത്ത് വരും. കൈവച്ചാൽ മതി. ആധാർ നമ്പർ അടിച്ചാൽ തെളിഞ്ഞു വരും കൈവച്ചാൽ. അതിൻ്റെ മറ്റൊരു പതിപ്പായി ഈ പോസ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ആരാ? ഇയ്യോബ്. ഇന്നേക്ക് 3500 കൊല്ലം മുമ്പ് മനസാക്ഷി യുഗത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ ഇയ്യോബ്. നല്ല പരിമനുഷ്യരും അത് പ്രസംഗിക്കത്തില്ല. ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ. ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി.
സാത്താൻ ഒന്ന് സന്ദർശിച്ചു. അതിനുശേഷം സാത്താൻ വിസിറ്റ് എടുത്ത് മേളിലോട്ട് ചെന്നപ്പോൾ സ്വർഗം ചോദിച്ചു, എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവച്ചുവോ? കരമുയർത്തുന്നവർക്കായി. ഭക്തന്മാരിവിടെ പലർക്കും അറിയത്തില്ല. ഇയ്യോബ് സംഘടനയുടെ പ്രസിഡന്റും അല്ലായിരുന്നു, ഞങ്ങളെപ്പോലെ നൂറുകണക്കിന് സ്റ്റേജ് പ്രസംഗിച്ചതുമല്ലായിരുന്നു. പക്ഷേ ദൈവവേലയിൽ മുഴുകി പ്രാർത്ഥിച്ചവനായിരുന്നു ഇയ്യോബ്. ഇന്ന് രാത്രി പച്ചക്കങ്ങ് പറയാം, ഇവിടെ ഞങ്ങളെപ്പോലുള്ള പേരുള്ളവർ പലരും അവിടെ കാണത്തില്ല. പക്ഷേ രാത്രിയുടെ യാമങ്ങൾ മുട്ടുമടക്കുന്നത് എന്താ? അവന് പരുക്കൾ വന്നു, രോഗം ബാധിച്ചു, സൗണ്ട് സിസ്റ്റം എല്ലാം വിറ്റു. ഭാര്യ പറഞ്ഞു, ഇയ്യോബിനെ എവിടെ കൊണ്ടിരുത്തിയേക്കോന്നറിയാമോ? കളിയിലിനകത്ത്. ഇയ്യോബിൻ്റെ കൂടെയുള്ള കൂട്ടുവേലക്കാർക്ക് അമ്മാമ്മ ഫ്രൈഡ് റൈസും ചിക്കനും കൊടുത്തുകൊണ്ടിരിക്കുക, എലീഫസിനും ബിന്ദാദിനും. അച്ചായനോട് പറഞ്ഞു, ഇനി സൂചേട്ടൻ നിർത്ത, പ്രാർത്ഥന നിർത്താൻ. അപ്പം അച്ചായൻ പറഞ്ഞത്, ഇയ്യോബ് 19:25 വീട്ടിൽ ചെന്ന് വായിക്കണം. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അതാ ദൈവത്തിൻ്റെ വചനം. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കണ്ടോ അതിൻ്റെ പ്രത്യേകത? കേട്ടോണേ, അവൻ്റെ മനുഷ്യൻ്റെ കയ്യിൽ അടയാളം, ഫിംഗർ. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ. ഇതാ ബൈബിൾ. കേട്ടോണം. ഇന്ന് രാത്രി രാജേഷ് ബ്രദർ വിട്ടിരിക്കുന്നു, ലൂക്കോസ് പാസ്റ്റർ വിട്ടിരിക്കുന്നു, തോമസ് പാസ്റ്റർ വിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിജു പാസ്റ്റർ വിട്ടിരിക്കുന്നു, പാടുന്ന എൻ്റെ സഹോദരൻ നിശ്ചൽ റോയി ഇരിക്കുന്നു, കുഞ്ഞുങ്ങൾ വിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ദാണ്ട് 6 റേഷൻ കാർഡ് എടുക്കുക. എൻ്റെ കാർഡ് ഓരോരുത്തർക്ക് മാറ്റുന്നു, മറ്റുള്ളവരുടെ കാർഡ് മേടിക്കുന്നു. കള്ളിക്കാട് റേഷൻ കടയിൽ ചെന്നിട്ട് ഞങ്ങൾ കൈവെക്കുന്നു. റേഷൻ കാർഡിൽ ഫോട്ടോ ഇല്ല, വേറെ നമ്പർ മാത്രം കൊടുത്തിട്ട് കൈവെക്കുന്നു. കൈവച്ചാൽ റേഷൻ കിട്ടുമോ? ആ സഹോദരി കുഞ്ഞ് പറയും, നിങ്ങളാരും ഈ റേഷൻ കാർഡിൻ്റെ ഉടമയല്ല, ഫിംഗർ പ്രിൻ്റ് കാർഡുമായിട്ട് ഒരുമിക്കുന്നില്ല, മാറ്റാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചത് ആരാ? ഇവിടുത്തെ ഡോക്ടറല്ല വരച്ചത്. നമ്മുടെ കൈ, നമ്മുടെ ഹല്ലേലൂയ ഈ പോസിനകത്ത് വെക്കുമ്പോൾ വള്ളക്കടവിലും ന്യൂഡൽഹിയിലിരിക്കുന്ന കമ്പ്യൂട്ടർ കൈയുടെ രേഖ പിടിച്ചിട്ട് വിരലടയാളം ശരിയായണമെന്ന് പറയണമെങ്കിൽ നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ച ഒരുവനുണ്ട്. ഇവിടുത്തെ അപ്പനും അമ്മയും അല്ല നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചത്. അതുകൊണ്ടാ സങ്കീർത്തനക്കാർ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയെങ്കിൽ, ഈ രാത്രി പറ, ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം. ആകാശത്ത് കയറിയാൽ അവൻ്റെ കരം നമ്മെ തേടിയെത്തും. ഭൂമിക്ക് കീഴെ പാതാളത്തെ ഘടകം വരിച്ചാലും അവൻ്റെ കരം നമ്മെ തേടിയെത്തുമെങ്കിൽ, ഇന്ന് രാത്രി കൈക്കകത്ത് രേഖ വരച്ചത് അപ്പനും അമ്മയുമല്ല, മക്കൾ യഹോവ തരുന്ന ദാനമെങ്കിൽ നിന്റെ കൈക്കകത്ത് രേഖ വരച്ച സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കള്ളിക്കാട് കേൾക്കുന്നവരടുത്ത് പച്ചയ്ക്ക് ഞാൻ പറയോ, റേഷന് വേണ്ടി കൈയിട്ടെങ്കിൽ, ആധാറിന് വേണ്ടി കൈയിട്ടെങ്കിൽ, ബാങ്കിൽ കൈവച്ചെങ്കിൽ, ഇനി നീ കൈരേഖ നോക്കാൻ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ട് ചെല്ലരുത്. നിന്റെ കൈക്കകത്ത് രേഖ വരച്ചിരിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവ. സ്വോത്രം. ആരാ നമ്മുടെ ദൈവം? സാധാരണ ദൈവമല്ല. അതുകൊണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവർ 10,000 മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് ഒരു എക്സ്റേയും എടുത്തില്ല, സ്കാനും എടുത്തില്ല. തൻ്റെ ഭക്തന് വേണ്ടി ചതുരമോ പണത്തെ റേഡിയേഷനോ എക്സ്റേ എടുക്കാതെ വഴി കാട്ടിക്കൊടുത്തവനോ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം.